അടിച്ചു പോകാൻ അഭിലാഷ് പറഞ്ഞ പോലെ തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റായിരുന്നു അവസാനം. എങ്ങനെയുണ്ട്? തകർത്തില്ലേ? പടം ഇഷ്ടപ്പെട്ടു ഗംഭീരമായിട്ട്. അപ്പൊ എല്ലാരും അറിയിക്കുക. പിന്നെ ഗംഭീരം പ്രതീക്ഷിച്ച പോലെ തന്നെ സൗണ്ട് വെച്ച് ഗംഭീരമായിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് പെട്ടുപോയത്. രഞ്ജൻ ചേട്ടൻ്റെ പരിപാടി, അഭിലാഷേട്ടൻ്റെ അടുത്ത് എല്ലാ പരിപാടിയും ഒത്തു വരുമ്പോഴാണുള്ളൊരു പടം തന്നെയാണ്. ആയിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. എല്ലാവരും മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ഹാപ്പിയാണ്. തിയേറ്ററിൽ അടിപൊളി റെസ്പോൺസാണ്. ഇത്രയും ദിവസം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ത് ടെൻഷൻ? പടം തിയേറ്ററിലേക്ക് വന്ന ആൾക്കാർ കാണേണ്ട ഒരു ടെൻഷനാണല്ലോ. ഫസ്റ്റ് ഷോ കൊണ്ട് വെരി ഹാപ്പി, അടിപൊളിയാണ്. പ്രതീക്ഷ റിസൾട്ട് തന്നെ കിട്ടിയത് എന്തായാലും ആൾക്കാർ കണ്ടിട്ട് പറയട്ടെ. ടെൻഷനാണ്, പക്ഷേ എല്ലാവരും പോയി കാണണം, എന്നിട്ട് പറയണം. കണ്ടു ഗംഭീരമായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഫസ്റ്റ് ടൈമാണ് മൂവി ഫുഡിൻ്റെ ഞാൻ പറയാത്ത കുറേ സീൻസ് ഉണ്ടായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. എന്തായാലും കാണാൻ സന്തോഷം. പിന്നെ കുറേ സീൻസ് ഒരു ഫേസ് വരുന്ന സീനൊക്കെ കണ്ണടച്ചായിരുന്നു. കുറച്ച് സീൻസ് പിടിച്ചായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളി വന്നില്ലായിരുന്നു. അപ്പം അതിൻ്റെ ഒരു നമ്മുടെ ടീമായതുകൊണ്ട് അഭിലാഷിൻ്റെ പരിപാടി ആയതുകൊണ്ട്, വിഷ്ണുവിൻ്റെ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാതെ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോകുന്ന സ്കോറാണ് ഇതൊക്കെ. എല്ലാവരും ദുബായിൽ നിന്ന് കണ്ടപ്പോഴേ മിനിങ്ങാൻ തന്നെ വിളിച്ചു തുടങ്ങിയായിരുന്നു. ഇവിടെ കണ്ട ആൾക്കാർ റെസ്പോൺസ് കണ്ടിട്ട് ഞാനൊരു എക്സൈറ്റഡ് ആവുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ കണ്ടപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയി. സാധാരണ താങ്കൾ ചെയ്യുന്ന സിനിമയിൽ നിന്ന് വ്യത്യസ്ത ഒരു ഹൊറർ മൂവി കൂടെയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫോർട്ട് എങ്ങനെയാണ്? ഇതൊരു എനിക്ക് ഫീൽ ചെയ്തത് മാളികപ്പുറം ഒരു എനർജി ബേസ്ഡ് ആണ്. ഇതൊരു എനർജി ബേസ്ഡ് ആണ് ഈ മൂവി. അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് ചെറിയ രാഗ വൈബ് കൊണ്ടുവരുമ്പോൾ രാഗത്തിനെ നമ്മൾ ഫ്യൂസ് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് മ്യൂസിക്കലി. അത്രയും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഇവരാരും ആ വഴിക്ക് വന്ന് ശല്യപ്പെടുത്തിയിട്ടില്ല. അതും കൂടെ കൊണ്ടാണ്. എല്ലാവരും കാണണം, നല്ല വാക്കുകൾ സ്പ്രെഡ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നല്ലതെന്ന് പറയണം. ഇമോഷണൽ സോങ്സ് ഭയങ്കര സന്തോഷം. ഫാമിലി ഓഡിയൻസ് അതുപോലെ ഏറ്റെടുത്തു. കുറേ ചിരികൾ കേൾക്കാൻ പറ്റി. നമ്മൾ പലപ്പോഴും കിട്ടുമ്പോൾ അതെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാൻ കാണുമ്പോൾ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് പല തിയേറ്റേഴ്സിനും. വെരി ഹാപ്പി. അവരോട് ചോദിക്കും, നമ്മളോട് ചോദിച്ചിട്ട് ഓഡിയൻസോട് ചോദിക്കും. ഹൊറർ മൂവി ആയതുകൊണ്ട് സാധാരണ പടങ്ങളിൽ നിന്ന് പാടില്ല സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ ഈ ടെൻഷൻസ് ഉണ്ടായിരുന്നു ശരിക്കും. പടമല്ലേ, സ്വന്തം പടമല്ലേ, ടെൻഷനിലായിരിക്കും. പക്ഷേ ആൾക്കാരുടെ റെസ്പോൺസ് സന്തോഷം കേൾക്കുമ്പോൾ ചില്ലാണ്. ഞാൻ ഒന്ന് പുറത്തേക്ക് വരാം. എനിക്ക് ഇത്രയും പേര് കൂടി നിങ്ങൾക്കറിയാവുന്ന കണ്ട ആൾക്കാരോട് ചോദിക്കുക. അവർ നല്ല അഭിപ്രായമാണെങ്കിൽ തീർച്ചയായും മടിച്ചു നിൽക്കരുത്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് പടം. ഡിസൈൻ അങ്ങനെയാണ് ചെയ്യുന്നത്. തിയേറ്ററിൽ വന്ന് തന്നെ കാണുക. ഒരിക്കലും ഫോണിൽ കാണാൻ നിൽക്കരുത് പ്ലീസ്. ഇത്ര പറയാം. അവര് പറയട്ടെ, ഇവരൊക്കെയാ പറയുന്നത്. പുതിയ താരങ്ങൾ, അതായത് രണ്ടും പുതിയ താരങ്ങളാണ് മലയാള സിനിമയിലൊക്കെ. റെസ്റ്റോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എല്ലായിടത്തും നല്ല റിപ്പോർട്ട് വരുന്നുണ്ട്. മീഡിയക്കാരുടെ സപ്പോർട്ടിന് വലിയ താങ്ക്സ്. ഒരുപാട് ഇപ്പോഴാണ് ഫുള്ള് കാണുന്നത്. നമ്മുടെ പോഷൻ മാത്രമേ അറിയുള്ളായിരുന്നു. അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ പോഷൻ നന്നായി
നന്നായി ചെയ്തു. ഒരുപാട് enjoy ചെയ്തു. കണ്ടോ? ഇഷ്ടായോ? സീരിയലിൽ നിന്ന് മലയാള സിനിമയിലേക്ക് എൻട്രി ആണല്ലോ, ഒരു മുഴുവനുള്ള ക്യാരക്ടർ. എന്താണ് ഈ നിമിഷം മലയാള സിനിമയിലേക്ക് എൻട്രി ആണ്, ഈ നിമിഷം ഓഡിയൻസിൻ്റെ കൂടെ പടം കണ്ടപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അടിച്ചു പോകാൻ മുന്നോട്ട് ഒരു കൊല്ലത്തെ ടെൻഷനാണ്. എവിടെ അഭിലാഷ്? അഭിലാഷ് കൊടുത്തു. അഭിലാഷ് അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പടം ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? എല്ലാവരും എന്നാലും മീഡിയയുടെ ഒരുപാട് താങ്ക്സ് കേട്ടോ. താങ്ക് യു എല്ലാവരോടും. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എല്ലാവരും വന്ന് കാണണം. ഇനി നിങ്ങളെല്ലാവരും ക്യാമറ പിടിച്ച് പുറകെ നടക്കുമ്പോൾ നോക്കണേ. കാരണം സുമതി വന്ന് നിന്നാലും എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാകും. കാരണം പലവരും ഒത്തിരി പേരുണ്ട് ഈ സിനിമയിൽ. അതുകൊണ്ട് ഓരോരുത്തരുടെയും അവരുടേതായുള്ളൊരു അഭിനയം ഇതിൽ കാണാനും കഴിയും. എല്ലാവർക്കും എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് അല്ല, ഹൊറർ കണ്ടിട്ട് പേടിച്ചോ? അത് കോമഡി ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇത്തിരിയൊക്കെ പേടിച്ചു. ഞാൻ പടം അങ്ങനെ കാണാറില്ല, എന്നാലും എനിക്ക് ഇഷ്ടമായ പേടിക്കുന്ന കൃത്യ അമൗണ്ടിലാണ്. അത് ചിരിക്കാനും ഉണ്ട്, നമുക്ക് സന്തോഷിക്കാനുണ്ട്, കരയാനുണ്ട്, എല്ലാ ഇമോഷൻസും ഉണ്ട്. അപ്പം എന്തായാലും വന്ന് കാണുന്നത് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും ഇപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പടം നന്നായിട്ട് വന്നു. ഹൊറർ സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പേടിക്കാനുള്ള പടമാണ് കോളേജിൽ. കോമഡി നല്ല